പേരെന്താ? പാപ്പ. ഇങ്ക കാടുണ്ട് അല്ലേ? ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ? അയ്യോ, ഇതിലെ വരുവോ? ഇതാ എനക്കുള്ള വീട്. ചേട്ടന്റെ വീടാണോ ഇത്? മലയാളി മക്കളെ നമസ്കാരം, തമിഴ് മക്കളെ വണക്കം. ഞാൻ സൂര്യനെല്ലിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം HML എസ്റ്റേറ്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് സൂര്യനെല്ലിയിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം എൻ്റെ കൂടെ ഇവിടുത്തെ 2 നാട്ടുകാരുണ്ട്. അമ്മ രത്തനോ അല്ലേ? രത്തനോ എന്നല്ലേ പേര്? രത്നമ്മ. രത്തനോ. ഇത് ചേട്ടൻ മാരിമുത്തു. ഇവര് 2 പേരും സൂര്യനെല്ലിക്കാരാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പൊ വായോ. അപ്പൊ നമ്മൾ നേരെ നടക്കുവാണ്. നേരെ നോക്കുമ്പോ കാണുന്നത് വലിയൊരു മലയാണ് കേട്ടോ. സൂര്യനെല്ലി മലയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നേ. ഇന്ത്യ മാപ്പ് മല. അപ്പൊ ഇതാണ് HML എസ്റ്റേറ്റ് അല്ലേ? അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ കൊളുക്കുമലയ്ക്ക് പോകുന്നവരെല്ലാം സൂര്യനെല്ലി വന്ന് ടിക്കറ്റ് എടുത്തിട്ട് കൊടിമരം അങ്ങനെ പോകും. അവിടെ പോയി ടിക്കറ്റ് എടുക്കണം അല്ലേ? അപ്പൊ നമ്മള് ദേ മുകളിലുള്ള പള്ളിയിലൊന്ന് കേറാൻ വേണ്ടി പോവാണ്. ചേട്ടന്റെ വീട് എവിടെയാണല്ലേ? അവിടെയാണല്ലേ? ഇവിടെ ഉള്ളവർക്കൊക്കെ മലയാളം അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? തമിഴ്ക്കാരാണല്ലേ? ഒരു മലയാളി ഇവിടെ ഇല്ല. ഒരു ആളില്ല. ഇവിടെ ഇല്ല. അവിടെ ഉണ്ട്. എസ്റ്റേറ്റിലെ മൊത്തം തമിഴാ. മലയാളം ഉണ്ടോ? ഇല്ല. നമുക്ക് ആ മൈക്കൊന്ന് ഇവിടെ കുത്തി വെക്കാവേ. അതമ്മ പറയാൻ എളുപ്പമായിരിക്കും. ഇവിടെ ഇങ്ങനെ കുത്തണം, ചാടി പോവില്ല. അപ്പം അവിടെ ഇരുന്നോട്ടെ, ചാടൂല. ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ പാരുണ്ട്, മോളുണ്ട്, പിന്നെ പേരക്കുട്ടികൾ 2 പേരുണ്ട്. നമുക്ക് കാണുന്ന മലയുടെ മുകളിൽ കാണുന്ന പള്ളിയിലേക്കാണോ കയറുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ മരത്തിന്റെ താഴെ? അത് അന്ത പള്ളിയുടെ പേര് വനത്തി ചിന്നപ്പർ. എന്നാ? വനത്തി ചിന്നപ്പർ. വനത്തിൽ ചിന്നപ്പർ. അത് എന്ത് കടവുളാ? ഇത് ക്രിസ്ത്യൻ. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് അല്ല, യേശു അല്ല? യേശു. വനത്തിൽ ചിന്നപ്പർ അങ്ങനെയാണോ പറയുന്നേ? എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. കണ്ടിപ്പാ നടക്കും. ചോദിക്കാം. പേരെന്താ? എളങ്ങണ്ണി. അപ്പൊ മുകളിലുള്ള മലയിൽ പോയിട്ട് പ്രാർത്ഥിച്ചാല്, മെഴുതിരെത്തിച്ചാല് കേട്ടത് കിടക്കും. വനത്തിൽ ചിന്നപ്പർ. അതെന്താ അതിന്റെ ഒരു ഹിസ്റ്ററി, ഐതിഹ്യം? യേശു അല്ല, ശിഷ്യരാണ്. വേറെ പേരുണ്ടോ വനത്തിൽ ചിന്നപ്പർ? വനത്തിൽ ചിന്നപ്പർ. அவர் காட்டுக்குள்ள இருந்து ஜீவிச்சாரு. இயேசு பிரார்த்திச்சுட்டே இருந்து மரிச்சவர், കാട്ടുക്കുള്ളേ മരിച്ചവര്. അപ്പൊ അവിടെ നിന്നാണോ മരിച്ചത്? വേറെ സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ചേച്ചി താങ്ക് യു. കേറിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ചേട്ടന് എന്താ ജോലി? എസ്റ്റേറ്റില് പണിഞ്ഞതാ. ഇപ്പഴും പോണ്ടോ? അല്ല, ഇപ്പൊ വയസ്സായില്ലേ? ചെറുപ്പക്കാരെ പോലെ ഉണ്ട്. വയസ്സൊന്നും ഇല്ല. 70 വയസ്സാ. 70 വയസ്സായോ? 29/10/54. ഞാൻ എങ്ക വരുന്നത് തൊടുപുഴയിൽ നിന്ന് വരുന്നത്. പേരെന്താ? പാപ്പ. ഇങ്ക എസ്റ്റേറ്റില്. എനിക്ക് തമിഴ് അറിയില്ല കേട്ടോ. തമിഴ് തെറ്റ് പറഞ്ഞാ ക്ഷമിക്കണം. തമിഴ് അറിയില്ല, മലയാളത്തിൽ. വോട്ടൊക്കെ ചെയ്യാൻ പോയായിരുന്നോ ചേട്ടാ? വോട്ടെല്ലാം ചെയ്തായിരുന്നോ? ചെയ്തു. അത് കുനി മാറില്ലല്ലേ? നിറച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. നിറച്ച് MP, MLA, പഞ്ചായത്ത്, ബ്ലോക്ക്. ഇപ്പൊ ജയിച്ചു പോയല്ലേ? അതെ, വീണ്ടും അവർ തന്നെ നമ്മ ഇട്ടത്. ഇവർ എല്ലാം അവർ തന്നെ ഇട്ടത്. ഇതൊക്കെ ഓരോ ലൈൻസ് ആണല്ലേ? അതായത് കമ്പനി കൊടുക്കുന്നതാണ്. ഈ തേയില ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കൊഴുന്തു നുള്ളാൻ പോകുന്നവർക്കൊക്കെ താമസ സൗകര്യം കൊടുക്കുന്ന അതാത് കമ്പനികളാണ്. ഇപ്പോൾ HML, ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഇല്ലേ, അവരാണ് അവരുടെ തൊഴിലാളി കൊടുത്തേക്കുന്ന ലൈൻസ് കെട്ടിടങ്ങളാണ്. അപ്പം ഒരു മുറിയൊക്കെ കാണുള്ളൂ ഒരു ഫാമിലിക്ക്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒരു ലൈൻസ് കെട്ടിടം ഏതെങ്കിലും കയറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിയാലും കുറേ പട്ടികളുണ്ട് കേട്ടോ. എപ്പോഴും എവിടെയും കിടക്കുന്നുണ്ടാവും. എനിക്ക് പട്ടിയോടെയുള്ള പേടി ഒന്ന് കുറഞ്ഞത് ഇവിടുത്തെ പട്ടികളെ കണ്ടിട്ടാണ്. ഇതിങ്ങനെ മൈൻഡ് ചെയ്യാതെ പൊക്കോളും. ഇവിടെയൊക്കെ
ഇങ്ങനെ ലൈൻസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ കളിക്കുന്നു. ഈ തുടക്കം ഇതാ എനക്കുള്ള വീട്. ഇതാണോ ചേട്ടന്റെ വീടാണോ ഇത്? അതെ. ആഹാ, ചേട്ടന്റെ വീടൊന്ന് നമുക്ക് കാണാം. ചേട്ടൻ തനിച്ചാണ് ഇവിടെ? ആ. നിങ്ങക്ക് ലോണൊന്നും കിട്ടില്ല? ഇല്ല ഇല്ല. ഇത് എൻ്റെ വീട്, ഇത് എൻ്റെ പേരക്കുട്ടിയാ. ആണോ? ഇവരെല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ. എത്ര പേരുണ്ട് ഇവിടെ? ഇത് വീട് അവിടെ ഉണ്ട്. വീട് അവിടെ. ചേട്ടൻ മാത്രമേ മാത്രം ഇവിടെ. ഇവർക്കുള്ള സാധനം എല്ലാം ഇവിടെ ഉണ്ട്. വാ നമുക്ക് എല്ലാം ഇറങ്ങിക്കോ. വാ വാ. വീടാണ് കേട്ടോ ഇതെല്ലാം. അതെ, അപ്പൊ നമുക്ക് ഒരു വീടൊന്ന് കേറി കാണാം. ഇത് എൻ്റെ മോള. എങ്ങനെയാ ഇതിന്റെ ഒരു സൗകര്യം തരാ? ഒരു മുറി. ഒരു മുറി ഇവിടെ തന്നെ പിള്ളേരും ഇവരും ഉണ്ട്. കിടക്കുവാനായിട്ട്. ഇതാര്? ഇത് അത് ഇതിവിടെ ഒരു ബെഡ്റൂമാ? അപ്പുറം അമ്പലം എന്ന് പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം. ഇവരുടെ പൂജാമുറിയാണ് കേട്ടോ ഇത്. നമുക്കാവുന്നത് പോലെ എന്ന് പറയണ പോലെ ഒരു ചെറിയ മുറിക്കകത്ത് തന്നെ അവരുടെ പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. മകളും മകളുടെ ഭർത്താവുമാണ് മാരിമുത്തുച്ചേട്ടൻ്റെ അവിടെ കിടക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഒരു മുറിയും ഹാളും ഒക്കെയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് സൂര്യനെല്ലി അപ്പറില് തേയിലത്തൊഴിലാളികൾ താമസിക്കുന്ന ലൈൻസിലാണ്. അപ്പോൾ ഈ ലൈൻസിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വനത്തി ചിന്നപ്പരുടെ ഒരു ചെറിയ പള്ളി പോലെ അല്ലെ? നമ്മൾ താഴെ നിന്ന് കണ്ട മലയുടെ മുകളിൽ. അപ്പം അതും കൂടെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ പോയാലോ? വായോ. அந்த அம்பலத்தோட சேர்ந்தது சிஎஸ்சி അവിടെ ചേർന്നതാ. അവിടെ തണ്ണി ഒളി പോകുന്നത് കാണുന്നതാണ് സൂര്യനെല്ലി ടൗൺ. നമ്മ അവിടെ തന്നെ നിന്നത്. നമ്മൾ ഏറ്റവും താഴത്തെ റോഡ് കണ്ടോ? ആ റോഡിലാണ് കേറി വന്നത്. அந்த വണ്ടി ഇരിക്കില്ല കാറ്, ആ കാർ വഴി നമ്മ മുകളിൽ വന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊരു മനോഹരമായിട്ടൊരു വ്യൂ ഉണ്ട്. അപ്പം ഇവിടെയാണ് അവിടെ ഒരു ഐതിഹ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാൻ എനിക്കറിയില്ല തമിഴ്, എന്നാലും ഞാനതിന്റെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞുതരാം. പുനിത വനത്തി ചിന്നപ്പർ ശവം, ഇത് ആലയം, ശവാലയം. അപ്പോൾ പുനിത വനത്തി ചിന്നപ്പർ ശവം, അത് പ്രാർത്ഥനയാണ് കേട്ടോ. പുനിത വനത്തിൽ ചിന്നപ്പറിനോടുള്ള. വനത്തിൽ ചിന്നപ്പർ എന്ന് പറയുന്ന ഒരു പുണ്യാളനാണ്. അപ്പോൾ എനിക്കറിയാത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. എനിക്കറിയില്ലാത്ത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ടായിരിക്കാം. സെയിൻ്റാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ മലയുടെ മുകളിൽ. ശരിക്കും പറഞ്ഞാൽ മലയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു ചെറിയ പള്ളി. ശരിക്കും വീഡിയോനേക്കാളും അതിമനോഹരമാണ് ഇത് നേരിട്ട് കാണാൻ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അയ്യോ, ഇതിലെ വരുമോ? ഇതൊക്കെ ആന വരുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ കുറച്ച് നാള് സൂര്യനെല്ലിയിലുണ്ടാവും. അപ്പൊ സൂര്യനെല്ലിയിലെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ചേട്ടൻ പറഞ്ഞു ഇതിന്റെ താഴെ വരേക്കും നമുക്കൊന്ന് ജസ്റ്റ് കാണാന്ന്. അപ്പൊ ഞാനൊന്ന് പോവാന്ന് വിചാരിച്ചു. താഴെ പതുക്കെ നടക്കണം. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാന്നാ ചേട്ടൻ പറയുന്നത്. ഞാൻ പതുക്കെ നടക്കണം എന്നാ പറഞ്ഞത്. എന്റെ ചെരുപ്പ് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഞാനിപ്പോ ഫോണിൽ നോക്കി നടന്നാൽ ചിലപ്പോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു കുരിശൊക്കെ ഉണ്ടേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് നോക്കാം. ആ റോഡൊന്ന് നോക്കിക്കാൻ നിങ്ങൾ അവിടെ നിന്ന് കാണാനായിട്ട് ഭയങ്കര മനോഹരമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനെല്ലി നമ്മളെല്ലാവരും മൂന്നാർ വരെ വരും, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വരാറില്ല. അപ്പം സൂര്യനെല്ലിയിൽ വരിക. കൊളുക്കുമല പോകുന്നവർ വരാറുണ്ട്, പക്ഷെ അങ്ങനെ ഇറങ്ങി കാണാറില്ല എന്ന് തോന്നുന്നു. പതുക്കെ വരാൻ പറഞ്ഞു ചേട്ടാ. ഇവിടെയൊക്കെ നന്നായിട്ട് തെറ്റുന്നുണ്ട്, വഴുക്കലുണ്ട് സ്ഥലത്തൊക്കെ. സൂക്ഷിച്ചു പോണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സൂക്ഷിച്ചു നടക്കാം. അമ്പോ, അവിടേക്ക് ദേ താഴെ ആണോ? ആ വെള്ളം അവിടെ നിങ്ങൾ പുഴ ഞാൻ കാണിച്ചു തരാം. പുഴയല്ലേ ചേട്ടാ അത്? പുഴ. ആ പുഴ കാണുന്നില്ലേ നിങ്ങൾ? അവിടെ നിന്നാണ് ഇവന്റെ കുടിവെള്ളം കിട്ടുന്നത് അല്ലേ? ആരാ? ആണോ? ചേട്ടന് സെല്ലില്ല?
ഞാൻ ചെല്ലായിട്ട് കണ്ടോ, ചെല്ലായിട്ടില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ കേരളത്തില് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒറ്റ ഒരു വ്യക്തി മാരിമുത്തു ചേട്ടനാണ്. തന്നെ ശരിക്കും ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നപ്പോ എനിക്ക് മാരിമുത്തു ചേട്ടൻ ഉണ്ടായിരുന്നോണ്ട് ഇതൊരു മലയൊക്കെ കയറി വരാനായിട്ട് പറ്റി. അപ്പൊ ഒരു സോളോ വീഡിയോ കൂടിയാണ്. ഇവിടെ നല്ല കാറ്റൊക്കെയാണ്, ഇരിക്കാൻ നല്ല സുഖമാണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. തിരിച്ച് നമ്മൾ മാരിമുത്തുച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. മാരിമുത്തുച്ചേട്ടൻ പറഞ്ഞു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോയാൽ മതി എന്ന്. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നിർബന്ധിച്ചു. അപ്പം നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാം. അപ്പം ചേട്ടൻ്റെ മോളാണ് ആളെനിക്ക് മധുരം ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് മിൻ്റൊക്കെ ഇട്ട് ചായ തന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാം. മഹാലക്ഷ്മി ചേച്ചി എനിക്ക് ചായ തന്നു, മിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ തന്നെ തേയിലക്കാടുകളിൽ നിന്നുള്ള തേയിലയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ തരും. അപ്പം അതിന് 1 kg കൊടുക്കും. 1 kg പെർ മന്ത് 1 kg അവർക്ക് കൊടുക്കും. അപ്പൊ അതൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ലതാണ്, നല്ല ഫ്രഷ് ആണ്, ഒരു മായവും ഇല്ലാത്ത തേയില അല്ലേ? അടിപൊളി ചായ ആയിരുന്നു. മാത്രമല്ല അവൻ്റെ ആതിഥേയത്വം ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ളൊരു സൽക്കാരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ലൈൻസിൻ്റെ മുകളിൽ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചേക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് വെച്ചേക്കുന്നതാണ്. കാറ്റടിക്കുമ്പോൾ ആ ഷീറ്റ് പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ് ചില സമയങ്ങളിൽ. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടാണ്, കയറിയപ്പോഴും കണ്ടതാണ്, മുനിയാണ്ടി കോവിലാണ് കേട്ടോ. അത് ഒരു ചെറിയ കോവിലേ. പിന്നെ ആ തിരിച്ചാ തേയിലക്കാടുകളിലോട്ടാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും അടുത്ത് തേയിലക്കാടുകൾ കാണുന്നത്. തേയിലയുടെ പൂവ് ഇത് പൂവേ കായ് കാണും. അതാണ് തേയിലയുടെ കായ അല്ലേ? ഇത് തന്നെ ഈ മരം ഉണ്ടാക്കുന്ന വിത, വിത്ത് അല്ലേ? വിത്തുണ്ട്. അപ്പോൾ ഇത് തേയില പൂക്കൾ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണിച്ചു തരാം. ഇതാണ് തേയില പൂക്കള്. അപ്പൊ തേയില നുള്ളുക, കൊളുന്തു നുള്ളുക എന്ന് പറയണത് തേയില പൂക്കളാണിത്. കൊളുന്തു നുള്ളുക എന്ന് പറയണത് ഇങ്ങനെ. എനിക്ക് പേടിയാ പോയില്ലേ. കൊളുന്തെന്ന് വെച്ചാ ഇത് നുള്ളിയിട്ട് എന്ത് ചെയ്യും? ഇത് കൊണ്ടുപോയിട്ട് കൊളുന്ത് നുള്ളു. തളിരല അല്ലെ? തളിരല. അത് നുള്ളി ഫാക്ടറിയിൽ കൊണ്ടുപോകും. കായോ? കായല്ല, കായില്ല. ഈ ഇലയും വേണ്ട, ഈ ഇല മാത്രം. അത് മാത്രം പറിക്കും. പറിക്കിട്ട് പോയിട്ട് ഫാക്ടറിയിലെ കൊണ്ടുപോയി അരച്ച് തേലാക്കും. അപ്പൊ ഈ കായും വേണ്ട, കായ് വേണ്ട. ഇപ്പൊ ഇതൊക്കെ പറിക്കാറായതല്ലേ? തീർന്നോ? കൊളുന്ത് നുള്ളിയതാണ് ഇതല്ലേ? ഇനി 8-10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും തളിരില വരും. അപ്പൊ വീണ്ടും അവര് നുള്ളും. അവരാരും നുള്ളുന്നവർ ഇവിടെ ഇപ്പൊ ഉണ്ടോ? പോയോ? ഇതാണ് കൊളുന്ത് അല്ലേ? ഇത് തന്നെ വേണോ? ഇതില്ലാതെ മറ്റേ ടീ ശരിയാവില്ല. വേണ്ട, കറുപ്പ് കലെല്ലാം വേണ്ട. ആ ഗ്രീൻ താൻ വേണം. ഗ്രീൻ ടീ അതാ, അതിന് നടുക്ക് മാത്രം താൻ ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഇത് മാത്രം, അത് മാത്രം ഗ്രീൻ ടീ. അങ്ങനെ മാരിമുത്തു ചേട്ടനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വീണ്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ HML എസ്റ്റേറ്റ് ആണ് ഇത്. അപ്പോൾ HML മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഇവിടെയുള്ള ആളുകളും ഇവിടെ താമസിക്കുന്നവരും ഒക്കെ. കാരണം അവരിവിടെ പണിയെടുക്കുന്നവരാണല്ലോ. അപ്പോൾ ദേ കാണുന്നുണ്ടോ, ഇതൊക്കെ തേയിലക്കാടുകളാണ്. അവിടെ തേയില ഇല്ലാത്ത കുറച്ച് ഭാഗം കണ്ടില്ലേ? അപ്പോൾ മാരിമുത്തു ചേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തേയില 100 വർഷം കഴിഞ്ഞ തേയിലകളൊക്കെ പറിക്കുന്നു. കറക്റ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ. 100 വർഷം കഴിഞ്ഞുകൊണ്ട് അതൊക്കെ മൊത്തത്തിൽ പിഴുതെടുക്കുന്നു, എന്നിട്ട് പുതിയത് നടും എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും എന്തോരം തേയിലക്കാടുകളാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇവരുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ, കൾച്ചറല്ല, ഒരു ജീവിതമാർഗ്ഗം എന്ന് വെച്ചാൽ ഇവരെ ഈ തേയിലകളെ ആശ്രയിച്ച് തന്നെയാണ് ഇവരുടെ ജീവിതം. കണ്ടോ, ലൈൻസ് കെട്ടിടങ്ങൾ അവർക്ക് അവർ കൊടുക്കുന്ന തന്നെയാണ് താമസിക്കാനുള്ള സൗകര്യം. ഇപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞ പോലെ മാസം 1 കിലോ തേയില കൊടുക്കും. അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ പരിഹരിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്, വെള്ളത്തിൻ്റെ ഒക്കെ ആണെങ്കിലും. അപ്പോൾ അതേ തേയിലകളുടെ നടുക്ക് നിൽക്കുന്ന ഞാൻ. ഇത്രയും തേയിലക്കാടുകളുടെ നടുക്കോടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തന്നെ നടക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കൂടെ എനിക്ക് 3 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുമായിരുന്നു, അവർ തമിഴ് പറയുന്ന മലയാളികളും ഞാൻ മലയാളം പറയുന്ന മലയാളികളാണെന്ന്. ഇവരെല്ലാം സൂര്യനെല്ലിക്കാരാണ്, ജനിച്ചു വളർന്നതെല്ലാം സൂര്യനെല്ലിയിലാണ്. അപ്പോൾ ഇവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. വേറൊരു മാരിമുത്തു ചേട്ടനെ കൂടെ കിട്ടി. ചേട്ടൻ പേരെന്നാ? നാരായണൻ. മറ്റേ ചേട്ടൻ മോഹനൻ. നിങ്ങള് മലയാളം അറിയും? ഇവിടെ തന്നെയാണോ സ്ഥലം, ജനിച്ചു വളർന്നത്?
അപ്പൊ കേരളം. അപ്പൊ നമ്മളെല്ലാം അപ്പൊ ചേട്ടൻ തമിഴ് പറയുന്ന മലയാളി, ഞാൻ മലയാളം പറയുന്ന മലയാളി. അത്ര വ്യത്യാസമുള്ളൂ. എല്ലാം അറിയാം. ഇവിടെ കുറച്ച് മലയാളി ഉണ്ടല്ലോ. അവിടെ മലയാളക്കാരുണ്ടല്ലോ. ഉണ്ടല്ലോ. അവരോട് ഇവിടെ ജനിച്ചത് അല്ലേ? മൂന്നാർ വില്ല എന്ന റിസോർട്ടാ. ഇവിടെ ഒത്തിരി പേര് വന്ന് താമസിക്കുന്ന റിസോർട്ടാണല്ലേ. അപ്പൊ അവര് കൊളുക്കുമലയ്ക്കൊക്കെ പോകാനായിരിക്കും അല്ലേ? പിന്നെ എന്താ ഇവിടെ കാണാനുള്ളത് കൊളുക്കുമല അല്ലാതെ? ഇതിലെവിടെ കൊളുക്കുമല? ഇത് കാണാൻ പറ്റുമോ? സുഖല്ലേ, സന്തോഷല്ലേ നിങ്ങൾക്ക്? അങ്ങോട്ടൊക്കെ വരാറുണ്ട്. എന്റെ നാട് തൊടുപുഴ, സ്വന്തം ഭൂമി, സ്വർഗഭൂമിയാണല്ലേ. വേറെ ആൾക്കാർ വന്നാണ് നശിപ്പിക്കുന്നത്. ഞാനല്ലല്ലോ. കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞത്. എന്നാ പറയുന്നേ, ഇവിടെ എന്താ പറയാ, പറഞ്ഞ വെളിയിലിருந்து കൊണ്ടുവന്ന ആൾക്കാരെ കുഴപ്പം ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തേയിലക്കാടുകൾക്കിടയിൽ ഈ റിസോർട്ട് താമസിക്കാൻ ഒരുപാട് പേര് വരും. പിന്നെ ഇവിടെ ഒരു 2-3 ക്ഷേത്രങ്ങളുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതെ, ആ ചേട്ടന്മാരാണെങ്കിൽ അവിടെ ഗേറ്റ് കടന്ന് അങ്ങ് പോയി. അതിൻ്റെ ഉള്ളിലോട്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കടന്നു പോയപ്പം മറ്റേ മാരിമുത്തു ചേട്ടൻ അതിൻ്റെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി അവർ പോകുന്നുണ്ടോ, ബാക്കി നമുക്ക് ചോദിക്കാം. ഈ ടെമ്പിളിൻ്റെയൊക്കെ, ഈ ചുറ്റുമുള്ള ടെമ്പിളിൻ്റെയും ഈ റിസോർട്ടിൻ്റെയൊക്കെ കാര്യമൊക്കെ നമുക്ക് ചേട്ടൻ വരുമ്പോൾ തന്നെ ചോദിക്കാം. ഇവിടെ 2 ദേവിയുടെ ഇതുണ്ട്. വടത്തിയമ്മ ലെഫ്റ്റിലിരിക്കുന്നത് വടത്തിയമ്മ. അതിന്റെ കൊളന്തേ എസക്കിയമ്മ. അവരുടെ എന്ത് കഥ എന്താണെന്നറിയാവോ? നമുക്ക് അത്രേ അറിയത്തില്ല. കുളന്തയുള്ളവർക്ക് കുളന്ത കൊടുക്കും, അതുകൊണ്ട് അത് കയ്യിൽ കുളന്ത ഇല്ലാത്തവർക്ക് കുളന്ത കൊടുക്കും. മറ്റമ്മ നമുക്ക് എല്ലാത്തുക്കും പോലെ. മാരിയമ്മ കോവില് അത്ത പക്കം ഇത് വന്ന് മാടൻ. അപ്പൊ ഇത് മൊത്തം ഒരു ടെമ്പിൾ ഏരിയ ആണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണോ? വെള്ളിയാഴ്ച, ചൊവ്വ, വെള്ളി, ചൊവ്വ. ദേവിയുടെ ദിവസം അതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ക്ഷേത്രം തുറക്കുള്ളൂ. എത്ര മണി വരെ ഉണ്ട് രാവിലെ? നമുക്ക് വന്ന് തൊഴാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ ബൈ പറയാനും മറ്റൊരു മാരിമുത്തു ചേട്ടനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ. സൂര്യനെല്ലി കാഴ്ചകൾ ഇനിയെല്ലാം വരുമ്പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ബൈ ഫ്രം വർഷ വിയോ. ബൈ പറഞ്ഞു ടാറ്റാന്നത്. എന്നാലും ഈ സ്ഥലമൊക്കെ ചേട്ടന് ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലെ മാരിമുത്തു ചേട്ടാ? വളർന്ന് നല്ല ക്ലൈമറ്റ്, നല്ല തണ്ണി, നല്ല വെള്ളം, ശുദ്ധமான വെള്ളം, ശുദ്ധமான ആളുകൾ. വരുന്ന ആളുകളുടെ ഞാനും സുത്തമാണ്. അത് മനസ്സിലായി. വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ തരുന്ന ഒരു മാനേജ്മെന്റ് ആണ്, എല്ലാം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് HML. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാല് എല്ലാരും ലൈക്ക് ചെയ്യണം. ഇവിടെ വാ മോൻ, ഇവിടെ വന്ന് പറ. അവിടെ ഒരു മോൻ ഇരുന്നിട്ട് ലൈക്ക് ചെയ്യണമെന്ന് പറയായിരുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് സപ്പോർട്ട് തന്നാൽ ബാക്കി കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ.